ചേച്ചി അപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണത്? ഇതെനിക്കൊന്ന് 10 അല്ലെങ്കിൽ 11 ആയിരിക്കണം. 10ഓ 11ഓ ആയിരിക്കണം. ഇപ്പം ഫാമിലിയോടെ വന്നിരിക്കുന്നത്? അല്ല, ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടെ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം. ഇപ്പം എല്ലാവർക്കും ഓരോ ആഗ്രഹം കാണും പൊങ്കാലിടുന്ന സമയത്ത്. ചേച്ചിയുടെ ആഗ്രഹം എന്താണ് ഈ കൊല്ലം? എനിക്കങ്ങനെ ഞാൻ എല്ലാ വർഷം വന്ന് തൊഴാനുള്ള ഭാഗ്യം തരണേന്ന് പറഞ്ഞിട്ടാണ് വരിക. അതെനിക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം കിട്ടുന്നുണ്ട്. എല്ലാവരും നന്നായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് വന്ന് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പൊങ്കാല ഇടുന്നു, അതിനു വേണ്ടി പൊങ്കാല ഇടുന്നു അങ്ങനെയുള്ള ഒരു നേർച്ചയായിട്ട് ഞാൻ വരാറില്ല. ഞാൻ വരാൻ പറ്റുന്നു, ഇടാൻ പറ്റുന്നു, അതിന് വലിയ കാര്യമല്ലേ. അപ്പം ആ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ചേച്ചിയുടെ ജീവിതത്തിൽ അമ്മ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാ അനുഗ്രഹങ്ങളും അമ്മ കാരണം തന്നെയല്ലേ. അപ്പം മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പം എന്ത് അനുഗ്രഹങ്ങൾ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തൊരു നമുക്ക് നല്ലത് എന്തുണ്ടാവുന്നതാണേലും അതൊരു നല്ല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചേച്ചി മാലിക്കിലേക്ക് ചേച്ചി തിരിച്ചു വന്നിരുന്നു ശക്തമായിട്ട്. ഇനി അടുത്ത എന്തെങ്കിലും വർക്ക് വരുന്നത് ചേച്ചി? അങ്ങനെ നല്ല എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ്, ചേച്ചി ഇത്രയും ഹൈ പവറായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് ചേച്ചി വീണ്ടും വീണ്ടും നമ്മളെ വിട്ട് മാറി നിൽക്കുകയാണ്. എല്ലാവരും ചേച്ചി തിരിച്ചു വന്നൂടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിപ്പോൾ നല്ല വേഷങ്ങൾ കിട്ടിയാലേ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പം ഹാപ്പി പൊങ്കാല. താങ്ക് യു. സെയിം ടു യു ഓൾ. താങ്ക് യു. ഇന്ന് മടങ്ങുമ്പോൾ അടുത്ത പ്രാവശ്യത്തുള്ള ബുക്കിംഗ് ഇന്ന് നടത്തിട്ട് പോകാൻ നല്ലത്. ആ ഒരു പടി എനിക്കുണ്ട്. കാരണം എനിക്ക് തിരക്കിനൊക്കെ സാഹസികമായിട്ട് വെള്ളം വേണം, എല്ലാത്തില്ല. അപ്പോൾ എടുത്തിട്ട് വരൂ. അപ്പോൾ പൊങ്കാല ഇടുന്നു. സീക്രട്ടായിട്ട് ദേവിയുടെ എന്തൊക്കെ പറയാനുണ്ട് അല്ലേ? ചേച്ചിയുടെ ഫാനാണോ? ചേച്ചിയുടെ ഫാനാണോ? എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഓഹോ.